ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ലൈവിൽ ഇപ്പോൾ ജാസ്മിൻ കൺഫെഷൻ റൂം വഴി ബിഗ് ബോസ് വേറൊരു റൂമിലേക്ക് ജാസ്മിനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മളെ കാണിച്ചിട്ടില്ല. കൺഫെഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ച ശേഷം ബിഗ് ബോസ് ജാസ്മിനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗബ്രിക്ക് തലകറക്കം കാരണം മെഡിക്കൽ റൂമിലേക്കും മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് സംഭവം എങ്ങനെയാണെന്ന് പറയാം. ജാസ്മിൻ ഇങ്ങനെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുകയാണ്. അതിന് കാരണം ഇങ്ങനെ ഓരോരുത്തർ അതും ഇതും പറയുന്നു, പുറത്തുനിന്നുള്ള സംസാരം, സായി വന്ന് പറഞ്ഞത്, അതൊക്കെ ആവാം. എന്തായാലും ജാസ്മിൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകണമെന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട്. ഇതിനിടയ്ക്ക് മൈക്കിടാതെ ജാസ്മിൻ സംസാരിച്ച് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുമായിട്ട് മൈക്കിടാതെ സംസാരിച്ചതിന് ജിൻഡോ ഓരോന്ന് പറയുകയും അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജാസ്മിന് ഇങ്ങനെ ഇരുന്ന സമയത്ത് തന്നെ ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അങ്ങനെ ജാസ്മിന് കൺഫെഷൻ റൂം വഴി കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചെങ്കിലും ജാസ്മിന് പോകാൻ മടിച്ച് ഇരിക്കുകയായിരുന്നു. പോകുന്നില്ല, എനിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കാൻ ജാസ്മിനെ റസ്മിനും നമ്മുടെ അപ്സരയും കൂടെ വന്നിട്ട് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരിക്കുന്ന ഒരു ജാസ്മിനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്സരയൊക്കെ പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്കൊന്ന് മാറ്റി നിർത്തിയാൽ ഇവർക്ക് ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മാറി ഒതുങ്ങിയിരുന്ന ഗബ്രി വിഷമത്തിലായിരുന്നു. 2 ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പം താൻ കാരണമാണോ ജാസ്മിൻ ഇങ്ങനെ സംഭവിച്ചത്, അതോ പ്രണയാവസ്ഥയ്ക്ക് പിടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. ഇനി പുറത്തിറങ്ങിയാൽ കല്യാണം നടത്തണ്ടായോ വേണ്ടായോ, അവൾക്ക് ഇഷ്ടമല്ലേ, അവൾക്ക് ഫ്രണ്ട്ഷിപ്പാണോ, എന്ത് ആലോചിച്ചിട്ടാണെന്ന് അറിയത്തില്ല. ജാസ്മിന് പോയതിന് പിറകെ തന്നെ നമ്മുടെ ഗബ്രി തലകറങ്ങി വീണിരിക്കുകയാണ്. തലകറങ്ങി വീഴാൻ പോയ ഗബ്രിയെ പിടിച്ച് മാറ്റി നിർത്തി അവർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഗബ്രിയെ ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പരിശോധനയ്ക്കായി. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ജാസ്മിൻ ഗബ്രി കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതോ ഇവർ വെറും ഇതിനകത്ത് കയറിയിട്ട് വെറുതെ ഷോ കാണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്? എന്താണെന്നുള്ള അഭിപ്രായം, നിങ്ങൾ ഈ ഷോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്